നമസ്കാരം. ഇറാൻ രാഷ്ട്രീയത്തിന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യമിടുന്ന ഏതൊരു നീക്കവും അത് തുറന്ന സൈനിക ആക്രമണമാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ രഹസ്യ ഇടപെടലുകളാകട്ടെ, ഇറാന്റെ കാഴ്ചപ്പാടിൽ അത് ഒരു പൂർണ്ണ യുദ്ധപ്രഖ്യാപനമാണ്, അല്ലെങ്കിൽ അത് യുദ്ധത്തിന് തുല്യമാണ്. ഇറാനിലെ ആഭ്യന്തര അശാന്തിയിൽ ഇതിനകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു എന്നത് റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സ്ഥിരത സംരക്ഷിക്കുവാനുള്ള നിയമവും ശിക്ഷാ നടപടികളും കൂടുതൽ ശക്തമാക്കേണ്ടി വന്നു. ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമൂഹിക അസ്ഥിരതകൾക്കും പ്രധാന കാരണം അമേരിക്കയും അതിന്റെ സഖ്യ രാജ്യങ്ങളും വർഷങ്ങളായി ഏർപ്പെടുത്തിയ മനുഷ്യത്വരഹിതമായ ഉപരോധങ്ങളാണ്. ഈ ഉപരോധങ്ങൾ ഒരു ഭരണകൂടത്തെ മാത്രം ലക്ഷ്യമിടുന്നതല്ല, മറിച്ച് സാധാരണ ഇറാനിയൻ ജനതയുടെ ജീവിതം തന്നെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലേക്കാണ് തള്ളിയത്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളിലെ തകരാറുകൾ ഇവയെല്ലാം ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങളായി തെരുവുകളിൽ പ്രകടമായതോടെയാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരുന്നത്. അതേസമയം ഇറാന്റെ ഈ മുന്നറിയിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശങ്ങൾക്കുള്ള നേരിട്ടുള്ള മറുപടിയാണ്. അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്രകാരമാണ് അതിനെ വിലയിരുത്തുന്നതും. എന്തായാലും ഇറാനിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയും പ്രതിഷേധക്കാർ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ അമേരിക്കൻ ഇടപെടൽ പരിഗണിക്കാമെന്ന മുന്നറിയിപ്പും ട്രംപ് നേരത്തെ ആവർത്തിച്ചിരുന്നു. അന്തർദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പുതിയ നേതൃത്വത്തെ അന്വേഷിക്കേണ്ട സമയമാണ് ഇതെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ച് നിലവിലെ ഇറാൻ നേതൃത്വം അധികാരം നിലനിർത്താൻ ആക്രമത്തെയും അടിച്ചമർത്തലിനെയും ആശ്രയിക്കുന്നു എന്നാണ് ട്രംപിന്റെ വിമർശനം. എന്തായാലും അമേരിക്ക ഇറാൻ വാക്കേറ്റം കൂടുതൽ കടുപ്പമായി കൊണ്ടിരിക്കുകയാണ് നാൾക്കുനാൾ. ഇതിനിടയിലെ ഇറാനിലെ യഥാർത്ഥ അവസ്ഥ അതീവ ഭീകരമാണ്. അക്കാര്യം പുറത്തു വരുന്നുണ്ട്. അതായത് കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ദിവസങ്ങളായി തുടരുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ സുരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 5000 പേർ കൊല്ലപ്പെട്ടതായാണ് ഒരു ഉന്നത ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ ഖുർഷിദ് മേഖലകളിലാണ് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ റിപ്പോർട്ട് ചെയ്തത്. ഖുർഷിദ് വിഘടനവാദികളും സർക്കാർ സേനയും തമ്മിലുള്ള സംഘർഷങ്ങൾ പല സ്ഥലങ്ങളിലും ആഭ്യന്തര യുദ്ധ സമാനമായ അവസ്ഥ സൃഷ്ടിച്ചിരുന്നുവെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കലാപങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന നിലപാടാണ് ഇറാൻ പരമോന്നത നേതാവ് സ്വീകരിക്കുന്നത്. സമീപ ദിവസങ്ങളിലായി നടത്തിയ പ്രസംഗങ്ങളിൽ ഖമേനി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും പ്രതിഷേധങ്ങൾ വളർത്തുകയാണ് എന്ന് ആരോപിച്ചിരുന്നു. രാജ്യത്തിന്റെ അകത്തുള്ള സ്ഥിരത തകർക്കാൻ, അതായത് രാജ്യത്ത് ഇതുവരെ നിലനിൽക്കുന്ന സ്ഥിരത തകർക്കാൻ വേണ്ടിയിട്ടാണ് വിദേശ ശക്തികൾ രാജ്യദ്രോഹികളായ ചില ഘടകങ്ങളെ ഉപയോഗിക്കുകയാണ് എന്നും അതാണ് അക്രമത്തിനും നാശനഷ്ടങ്ങൾക്കും വഴിവെക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അമേരിക്കയുടെയും അതിന്റെ സഖ്യകക്ഷികളുടെയും വിരട്ടലുകളും വിലപേശലുകളും ഇറാനെ ഭയപ്പെടുത്തുമെന്ന തെറ്റിദ്ധാരണ ലോകം ഉപേക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഖമേനി വീണ്ടും തന്റെ നിലപാട് ആവർത്തിച്ചത്. എന്തായാലും തടവറകളിലെ പീഡനങ്ങളും വധശ്രമങ്ങളും അതിജീവിച്ചാണ് അദ്ദേഹം ഇറാന്റെ നേതൃത്വത്തിലെത്തിയതെന്നും അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളോ സൈനിക ഭീഷണികളോ ഈ പേർഷ്യൻ രാഷ്ട്രത്തെ തളർത്തുമെന്ന കണക്കുകൂട്ടൽ ഇറാന്റെ ചരിത്രം അറിയാത്തവരുടെ തെറ്റായ വിലയിരുത്തലാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. രാജഭരണത്തെയും വിദേശ ആധിപത്യത്തെയും ബാല്യകാലം മുതൽ ചോദ്യം ചെയ്ത ഖമേനി 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാന്റെ രാഷ്ട്രീയ ദിശ നിർണയിച്ച നേതൃനിരയിലേക്ക് ഉയർന്നു. പ്രസിഡന്റായും പിന്നീട് പരമോന്നത നേതാവായും അദ്ദേഹം നേരിട്ടത് തുടർച്ചയായ ആഭ്യന്തര കലാപങ്ങളും പാശ്ചാത്യ സമ്മർദ്ദങ്ങളുമായിരുന്നു. എന്നാലും ഭരണകൂടം തകർന്നു വീഴുമെന്ന പാശ്ചാത്യ പ്രവചനങ്ങളെ അതിജീവിച്ച് ഇറാനെ സ്വയം പര്യാപ്തതയിലേക്കും ശക്തമായ പ്രതിരോധ ശേഷിയിലേക്കും നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ദിശാബോധം. അതുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാമെന്നിറങ്ങിയ ട്രംപിന് അക്കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നന്നായി.